സാറേ, ഉള്ള സ്ഥലം വിറ്റിട്ടായാലും കേസ് നടത്തും. എൻ്റെ മോളുടെ നിരപരാധിത്വം തെളിയുന്നവരെ ഏത് കോടതി വരെയും ഞാൻ പോകും. സുപ്രീം കോടതിയിൽ പോയാലും വിധി അനുകൂലമാവില്ല. അഴി എണ്ണാനാണ് വിധിയെങ്കിൽ വക്കീലിന് പിടിച്ചേർത്താൻ ഒക്കുവോ? അഴി എണ്ണും. അന്നുണ്ടല്ലോ ഈ തൊപ്പി തലയെ കാണില്ലെന്ന് മാത്രം. വാ വാ. അച്ഛാ, അഖില, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്റെ അച്ഛനോടൊന്ന് സംസാരിക്കണം. പറ്റില്ല, അതൊന്നും അനുവദിക്കില്ല. ശരി, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അല്ല, ഞാൻ പുറത്താ. അഭിയേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളങ്ങോട്ട് വരണോ? ആ ശരി. എന്താടാ? നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു തരത്തിലും CI അടുക്കുന്നില്ലെന്നാ പറയുന്നത്. പവിത്രൻ ഞങ്ങളോട് മോശമായി പെരുമാറുകയും ചെയ്തു. അയാളത് ചെയ്തില്ലെങ്കിൽ അതിശയുള്ളൂ. അമൃതയെ കൊടുക്കാനും പഞ്ചരത്നം പൂട്ടിക്കാനും അയാളുടെ ശ്രമം തുടങ്ങിയിട്ട് കാലം ഒരുപാടായില്ലേ? ഇതിപ്പോ ഒരവസരം ഒത്തു കിട്ടി, അയാളത് വിട്ടുകളയോ? ആ പിന്നെ എന്നോടുള്ള കലി വേറെ. പലതവണ അയാളെ ഞാൻ വട്ടം കറക്കിയതല്ലേ. അല്ല, അമൃത കണ്ടവര് കാണാൻ സമ്മതിച്ചില്ലെന്ന്. കോടതിയിൽ ഹാജരാക്കുമ്പോൾ കണ്ടാൽ മതിയെന്ന്. ഇതൊക്കെ എന്തിനായാണ്? കുറ്റവാളിയാണെങ്കിൽ പോലും സ്വന്തം വക്കീലിനോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അഭിയേട്ടാ, ഇതൊരു സാധാരണ കേസല്ലല്ലോ. നിയമപരമായ ഒരു കാര്യവും ഇവിടെ പ്രതീക്ഷിക്കണ്ട. അവരവരുടെ അവസരം ഭംഗിയായി ഉപയോഗിക്കുന്നു. അമൃത അത്ര പെട്ടെന്നൊന്നും തളർന്നു പോയില്ല എന്നുള്ളതാ എൻ്റെ ഏക ആശ്വാസം. എത്ര വർഷമായിട്ട് അവള് തീയിലൂടെ നടക്കുകയല്ലേ. പിന്നെ ഈ CAയുടെ ഒരുവിധപ്പെട്ട പ്രകടനമൊന്നും അവിടെ ഏക്കില്ല. പിന്നെയുള്ളത് എൻ്റെ അച്ഛനാ. അയാൾക്കിത് പുത്തരിയൊന്നുമല്ലല്ലോ. വിവേകേ, എങ്ങനെയെങ്കിലും അവരെ പുറത്തിറക്കിയേ പറ്റൂ. എന്ത് വില കൊടുത്തും. സ്റ്റേഷൻ ജാമ്യം എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഇനിയിപ്പോ എന്താ പ്രൊസീജിയർ? നോർമലി 24 മണിക്കൂറാ കണക്ക്. അതിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം. അവിടുന്ന് ജാമ്യത്തിന് ശ്രമിക്കാം. കിട്ടിയില്ലെങ്കിൽ? കിട്ടണം. കിട്ടാനുള്ള വഴി തെളിഞ്ഞു വരും. എന്റെ മോളെന്തിയെ? അവള് കസ്റ്റഡിയിലായത് വൈകിയാ ഞാൻ അറിഞ്ഞത്. നീ ആയിരിക്കും ആദ്യം അറിഞ്ഞത്. സ്വാധീനമുണ്ടല്ലോ സ്റ്റേഷനകത്തും പുറത്തും. വെറുതെ വഴക്കുണ്ടാക്കുന്ന വർത്താനേ ചന്ദ്രൻ പറയൂ. ഞാൻ അത്രയ്ക്ക് വലിയ ആളൊന്നുമല്ല. വലിയ ആളല്ല, പക്ഷേ വലിയ ആളാവാൻ മറ്റുള്ളവരുടെ പോക്കറ്റിലെ കാശിന് കാത്തിരിക്കുന്നവളാ നീ. അനാവശ്യം പറയരുത്. അത് പ്രവർത്തിക്കുന്നവരുടെ അടുത്ത് എന്താടാ പറയണ്ടേ?
കള്ളം പറഞ്ഞ് നാടകം കളിച്ചും കള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് എന്റെ സമ്പാദ്യം മുഴുവൻ കൊണ്ടുപോയില്ലടി നീ. എന്നെ കയ്യിൽ ഒരു കാശും ഇല്ലാത്ത തെണ്ടിയാക്കിയില്ലേ നീ. അത് ചന്ദ്രന്റെ തെറ്റിദ്ധാരണയാ. പറഞ്ഞതുപോലെ ഒരു നാടകം കളിക്കേണ്ടി വന്നു എന്നുള്ളത് സത്യമാ. പക്ഷേ അതിലൊരു ആത്മാർത്ഥതയുടെ അംശമുണ്ട്. ഇപ്പോഴും ചന്ദ്ര നിങ്ങളുടെ ഭാര്യയാ ഞാൻ. അകന്ന് താമസിക്കുന്നുണ്ടെങ്കിലും ഒരാപത്ത് വരുമ്പോ അരികിലുണ്ടാവുന്നത് ഞാനായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ചന്ദ്രന്റെ സ്വത്തിനും സമ്പാദ്യത്തിനും റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിനും ഒക്കെ അവകാശം ഞാനാ. അത് ചന്ദ്രൻ തരാൻ തയ്യാറല്ലാത്തത് കൊണ്ടാ തട്ടിപ്പറിച്ചെടുത്തത്. പേടിക്കണ്ട, ആ കാശിന്റെ കൂടെ ഞാനും ഉണ്ടാവും ചന്ദ്രൻ കിടപ്പാവുമ്പോ കൂട്ടിനായിട്ട്. ഇപ്പോഴേ ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. നാളെ എന്റെ മഹേന്ദ്രൻ താലി കെട്ടാനുള്ളത് അവളെ. സ്റ്റേഷനിൽ കിടന്ന് നരകിക്കാനൊന്നും ഞാൻ അനുവദിക്കില്ല. വടയിറക്ക, ചെന്ന് കണ്ട് സമാധാനിപ്പിച്ചിട്ട് വരാം. എന്റെ മോളെ നീ കാണണ്ട. നിന്റെ ഈ കള്ളത്തരത്തിലുള്ള സഹതാപം എന്റെ മോൾക്ക് വേണ്ട. അകത്തേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ചന്ദ്രന്റെ സമ്മതം വാങ്ങിച്ച് ഓലയിൽ എഴുതി തന്ന് ഓച്ചാനിച്ച് കയറാൻ ഇത് ചന്ദ്രൻ അട്ടിപ്പേറ് കിട്ടിയ പത്തായപ്പുരയല്ല, പോലീസ് സ്റ്റേഷനാ. മാറി നിന്നില്ലെങ്കി മഹേന്ദ്ര പിടിച്ച് മാറ്റി നിർത്തടാ. കയ്യാങ്കളിയൊന്നും വേണ്ട. അമൃതയെ കാണാൻ അച്ഛനെ പോലും അനുവദിച്ചിട്ടില്ല, പിന്നെയല്ലേ നിങ്ങള്? എന്താ എന്താ ഇവിടെ പ്രശ്നം? അകത്തേക്ക് വരാൻ പാടില്ലെന്ന്, കടത്തി വിടില്ലെന്ന്. എന്താടാ, ഇന്നു മുതൽ നീയാണോ അവിടെ പാറാവ്? സാറേ, കലാവതി അകത്ത് പോണം. ഒരാള് മാത്രം പോയാൽ മതി. ഇതെന്ത് ന്യായോ സാറേ? സ്വന്തം അച്ഛന് മോളെ കാണാൻ അനുവാദമില്ല. രക്തബന്ധമില്ലാത്തവർക്ക് കാണാം, സംസാരിക്കാം. ഇത് ഞാൻ കോടതിയിൽ ചോദ്യം ചെയ്യും. ആദ്യം താൻ ആ വക്കീൽ കോട്ടിലെ പൂപ്പലൊക്കെ തട്ടിക്കുടഞ്ഞ് ഒന്ന് ഇസ്തിരിയിട്ട് വയ്ക്കേ. ഇവിടെ SHO ഞാനാ. ഞാൻ തീരുമാനിക്കും ഇവിടെ ഇരുട്ടണോ നേരം വെളുക്കണോ എന്ന്. എടി, നിന്നെ കാണാൻ വേണ്ടപ്പെട്ടവര് വന്നിരിക്കുന്നു. ആര്? എന്റെ അച്ഛൻ വന്നിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. ഇത് അച്ഛനേക്കാൾ വേണ്ടപ്പെട്ട ആളാ. വാ. മോളെ, നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് കഷ്ടം തോന്നുന്നു അമ്മയ്ക്ക്. സഹതപിക്കാൻ വന്നതാണോ അതോ എന്റെ അവസ്ഥ കണ്ട് സന്തോഷിക്കാനോ? രണ്ടിനുമല്ല, നിന്നെ രക്ഷിക്കാൻ വന്നതാ. വേണ്ട. പണ്ടിതുപോലെ രക്ഷിക്കാമെന്ന് പറഞ്ഞ എന്നെ കൊണ്ട് കള്ള ഡോക്യുമെന്റ്സ് ഒപ്പിടിച്ച് വാങ്ങിച്ചത്. ഇനി എന്നെ വെട്ടിയാക്കാന്ന് കരുതണ്ട. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് മോള് ചിന്തിക്കാത്ത എന്താ? എന്റെ കുടുംബത്തിലേക്ക് മോളെ കൊണ്ടുവരാൻ വേണ്ടിയാ. എനിക്ക് എന്റെ അനിയനില്ലാതെ മറ്റു ബന്ധുക്കളൊന്നുമില്ല. അനന്തര അവകാശി എന്ന് പറയാൻ മക്കളുമില്ല. മഹേന്ദ്രനുമായിട്ടുള്ള മോളുടെ കല്യാണം കഴിഞ്ഞാ എന്റെ സ്വത്ത് മുഴുവൻ മോക്കുള്ളതാ. പിന്നെ പഞ്ചരത്നത്തിന്റെ കാര്യം, അതും മൊത്തമായിട്ട് മോൾക്ക് കിട്ടണമെന്നേ അമ്മ ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്കങ്ങനെ സ്വത്തിനോടും പണത്തിനോടും ഒന്നും മോഹമില്ല. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, രക്ഷിക്കാൻ വന്നതാ. ഞാൻ അഡ്വക്കേറ്റിനോട് സംസാരിച്ചു. ശരിക്കു പറഞ്ഞ ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടേണ്ട കേസാ. അത് നമുക്ക് ഒതുക്കി തീർക്കാം. എങ്ങനെ? അഭിമന്യൊന്നും മോൾക്ക് ചേർന്ന ചെറുക്കനല്ല. മഹേന്ദ്രനെ മോള് കല്യാണം കഴിക്കണം. അങ്ങനെ ഒരു ഉറപ്പ് തന്നാ കലയമ്മ മോളെ രക്ഷപ്പെടുത്താം. മഹേന്ദ്രനെ കെട്ടുന്നേക്കാ നല്ലത് ജയിലിൽ പോകുന്നതാ. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ട മോളെ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. പരിചയമുള്ളൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് മോൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങാം. അതും കലയമ്മ ഏറ്റു. എന്തിന്? അങ്ങനെ ഒരു അവസ്ഥയിലാ ആഹാരത്തില് വിഷം ചേർത്തതെന്ന് വക്കീല് കോടതിയിൽ വാദിച്ച് ജയിച്ചോളും. മാനസിക പ്രയാസമുള്ളവരെ കോടതി ശിക്ഷിക്കില്ല. അതായത് എനിക്ക് ഭ്രാന്താണെന്ന് അല്ലേ? അതൊരു സർട്ടിഫിക്കറ്റ് മാത്രം കോടതിയെ ബോധിപ്പിക്കാൻ. കേസ് ഒഴിവായാൽ പിറ്റേന്ന് മഹേന്ദ്രനുമായിട്ടുള്ള കല്യാണം.
ഈ ജന്മത്തിലല്ല, ഇനി എത്ര ജന്മം എടുത്താലും മഹേന്ദ്രനെ പോലൊരു ആഭാസനെ ഞാൻ കല്യാണം കഴിക്കില്ല. വെറുതെ വാശി പിടിച്ച് ജീവിതം നശിപ്പിക്കല്ലേ പെണ്ണെ. കലാവധി പറയുന്ന അങ്ങ് സമ്മതിക്കേ, ഇല്ലെങ്കിൽ ശേഷിച്ച കാലം ജയിലിൽ കിടക്കേണ്ടി വരും. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേ മാഡം. ജീവിതമാണോ ജയിലാണോ വേണ്ടതെന്നൊന്ന് തീരുമാനിക്കാൻ പറ. എന്തായാലും അഭിമന്യുവിന്റെ കൂടെ ജീവിക്കാമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ കെട്ടുന്നുണ്ടെങ്കിൽ അത് മഹേന്ദ്രൻ തന്നെയായിരിക്കും. അഭിമന്യുവായിട്ടുള്ള കല്യാണം നിശ്ചയിച്ച് ഇത്ര നാളായിട്ടും അത് നടന്നിട്ടില്ലല്ലോ. നിശ്ചയിച്ച കല്യാണം ഇതുവരെ വൈകിപ്പിക്കാൻ എനിക്കാവുമെങ്കിൽ ഇനി അത് എന്നേക്കുമായിട്ട് മുടക്കാനും എനിക്കറിയാം. കലാവധിയോട് മത്സരിക്കാൻ നിൽക്കല്ലേ പെണ്ണെ. മഹേന്ദ്രനെ കെട്ടി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നോക്ക്. നിങ്ങളെ എത്ര കാശ് തന്ന അവര് വിലക്കെടുത്തത്? നീ നന്നാവില്ലടി. അടി എണ്ണാനാ നിന്റെ വിധി. രാജ്മോഹൻ, ആ ബെഞ്ചിൽ പിടിച്ചിരുത്തിക്കോ. ഏതെങ്കിലും മേലാധികാരികളോ പത്രക്കാരോ കയറി വന്നാ ഇവള് സെല്ലി കിടക്കുന്ന കണ്ട അത് മതി അടുത്ത പ്രശ്നത്തിന്. പുറത്ത് ഇരുത്തുന്നത് കൊള്ളാം, പക്ഷേ പച്ചവെള്ളം കൊടുക്കണമെങ്കിൽ ഞാൻ പറയണം. അങ്ങോട്ടിരുന്നു. മോളെ, ചേച്ചി അഖിലേച്ചിക്ക് എങ്ങനെയുണ്ട്? ബോധം തെളിഞ്ഞിരുന്നു. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. ഇപ്പം നല്ല മയക്കത്തില. അമൃതേച്ചിയോ? അച്ഛനും പവിത്രനങ്ങളും കൂടിയാ സ്റ്റേഷനിൽ പോയിരിക്കുന്നത്. പിന്നെ വിളിച്ചല്ല. അഭിയേട്ടൻ വിവേകേട്ടനെ കാണാനെന്നും പറഞ്ഞു പോയി. പാവ അമൃതേച്ചി, ഇത്രയും സന്തോഷമുള്ളൊരു ദിവസം ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ. അഖിലേച്ചി പ്രഗ്നന്റ് ആണെന്ന കാര്യം ആകാശേട്ടനോട് പറഞ്ഞോ? വിളിച്ചു, പക്ഷെ ഫോൺ ഓഫാ. ചാർജ് തീർന്നതാവും, അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിൽ നിൽക്കുമായിരിക്കും. തിരിച്ചു വിളിക്കുമ്പോൾ പറയാം. എന്റെ സങ്കടം അതല്ല. അഖിലേച്ചി ഗർഭിണിയാണെന്ന വാർത്ത കേട്ട് നിറയെ മധുര പലഹാരങ്ങളൊക്കെ ആയിട്ട് ഓടി വരേണ്ടത് അമൃതേച്ചിയാ. ആ അമൃതേച്ചി പോലീസ് സ്റ്റേഷനിലാ. എന്തൊരു വിധിയാ ഇത്. ഞങ്ങൾക്ക് അഖിലേച്ചി ഒന്ന് കാണാൻ പറ്റുമോ? അവക്ക് മയക്കം മാറിയിട്ടുണ്ടെങ്കിൽ സംസാരിക്കാം. പക്ഷേ അമൃതേച്ചിയുടെ കാര്യം യാതൊരു കാരണവശാലും പറയരുത്. ഇങ്ങനെയൊരു സമയത്ത് അവക്കൊരു ഷോക്ക് ഉണ്ടാവാതെ നോക്കണം. അമൃതേച്ചി എവിടെയാണെന്ന് ചോദിച്ചാ? നേരത്തെ ബോധം തെളിഞ്ഞപ്പോ ചോദിച്ചിരുന്നു. സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അവള് ബോധം കെട്ട് കിടന്നപ്പോ അമൃതേച്ചി അവിടെ എത്തിയതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വാ, അവളെ കാണാം. ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. ഡോക്ടറെ കാണാൻ വരുമായിരുന്നു. അഖില ഇപ്പോഴും നല്ല മയക്കത്തില.
ഇനി എന്താ ചെയ്യണ്ടേ? ആദ്യത്തെ പ്രഗ്നൻസി ആയതുകൊണ്ട് ഒരു ടെൻഷൻ. അമൃതേച്ചിയാണെങ്കിൽ സ്ഥലത്തില്ല താനും. എല്ലാം അന്വേഷിക്കാൻ ഞാനേ ഉള്ളൂ. അഖില പ്രഗ്നന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു സംശയം ഉണ്ടെന്നേ പറഞ്ഞോളൂ. അഖില പ്രഗ്നന്റ് അല്ല. അത് വലിയ കാര്യമാക്കണ്ട. എല്ലാത്തിനും ധാരാളം സമയമുണ്ടല്ലോ. എനിക്ക് അനക്കയോട് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. എന്താ ഡോക്ടർ? ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 മാസമായെന്നല്ലേ പറഞ്ഞത്? അതെ. അവർ തമ്മിൽ എങ്ങനെയാ? നല്ല സ്നേഹത്തിലാണോ? അതെ. ഡോക്ടർ എന്താ അങ്ങനെ ചോദിച്ചേ? ആകാശേട്ടനെ കാണാത്തോണ്ടാണോ? ആള് സ്ഥലത്തില്ല. ഇന്നും നാളെയോ വരും. ഏയ്, അതൊന്നുമല്ല കാര്യം. ഡോക്ടർ പറഞ്ഞോളൂ. അവര് തമ്മില് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാ ഇറ്റ്സ് ക്വൈറ്റ് അൺനാച്ചുറൽ. ഒന്നുകിൽ രണ്ടിലൊരാൾക്ക് ശാരീരിക പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ മാനസിക അടുപ്പമില്ല. മാനസിക അടുപ്പം ഉണ്ട് ഡോക്ടർ. ഞങ്ങൾ കാണുന്നതല്ലേ. അവര് നല്ല സ്നേഹത്തിലാ. ആകാശേട്ടൻ അഖിലെന്ന് പറഞ്ഞ ജീവന, അവൾക്ക് തിരിച്ചും. എന്തോ അതെനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാ. അവര് സാധാരണ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല ഇതുവരെ. എന്നാ ശരി. എന്റെ പ്രതീക്ഷകളൊക്കെ ആകെ തകർന്നു ആൻറ്റി. ഞാൻ ഇനി ജീവിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ലാതായി. അല്ലെങ്കിലും അർത്ഥം ഉണ്ടാവാൻ മാത്രം എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരുന്നോ ഈ ജീവിതത്തിൽ സുമേഷിന്? ലക്ഷ്യങ്ങളല്ല, ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഓ, ദിവ്യപ്രഭ ഗർഭിണിയാവുന്നു, വയറ് കാണാൻ ബന്ധുക്കളൊക്കെ വരുന്നു, വളക്കല്യാണം, നിറവയറ്, ലേബർ റൂമിന് പുറത്തുള്ള കാത്തിരിപ്പ്, കൊച്ചിന്റെ കരച്ചില്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ. പക്ഷെ ഒന്നും നടന്നില്ല. ഒന്നും നടക്കാത്തത് കൊണ്ടല്ലേ ഇതൊന്നും നടക്കാത്തത്? ശാന്തി മുഹൂർത്തത്തിന് നേരവും കാലവും ഒക്കെ നോക്കി. പക്ഷെ ദിവ്യപ്രഭ വാശി പിടിച്ച നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ നടക്കാന്നല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സുമേഷേ, ഇപ്പൊ എന്താ പ്രശ്നം? എനിക്ക് മുമ്പ് കുടുംബത്തിൽ ഒരു ഗർഭം ഉണ്ടാവാൻ പാടില്ല. ആദ്യത്തെ കുഞ്ഞ് എന്റെ ആവണം. അതിനിപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? മാഡത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാ. കലയാന്റിക്ക് പലതും ചെയ്യാൻ പറ്റും. എന്ത്? ദിവ്യ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ആകാശിന്റെ കുഞ്ഞ് ജനിക്കരുത്. അതെങ്ങനെ പറ്റും സുമേഷേ? ഓൾറെഡി അഖില ഗർഭിണിയല്ലേ? ഗർഭിണിയായതല്ലേ ഉള്ളൂ, ജനിച്ചില്ലല്ലോ. എന്താ ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ ഞാനും ഉദ്ദേശിക്കുന്നത്. ജനിക്കരുത്. അതിന് വഴി കാണാം സുമേഷേ. ആൺകുഞ്ഞ് വേണമെന്നും പറഞ്ഞ് എന്നെ കെട്ടിയവനെ ഒരു പൊട്ടനെ പോലെ പമ്പരം കറക്കിയ കഴിവ് എനിക്കുണ്ട്. അല്ല, പ്രസവിക്കാത്തത് കഴിവല്ല, കഴിവുകേടാ. നിന്ന് അഭിപ്രായം പറയാതെ കേറി പൊടിയാത്, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലും ഞാൻ. എന്നെ കൊന്നിട്ട് എന്താ കാര്യം? അല്ല, ദിവ്യപ്രഭക്ക് ദിവ്യഗർഭമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. എവളാ ഞാൻ? ആയ കാലത്ത് അടിക്കടി 3 പ്രസവിച്ചതാ ഈ സിസിലി. ഡിസൂസൊക്കെ കർക്കടക മഴ ഒരു വീക്ക്നെസ് ആയിരുന്നു. ആകാശ് കൊള്ളാവുന്നൊരാണാ, നിന്നെ പോലെയൊന്നല്ല. തൽക്കാലം സുമേഷ് സമാധാനമായിട്ട് പോ. ദിവ്യപ്രഭയെ പറഞ്ഞു മനസ്സിലാക്കിക്കലൊന്നും എന്റെ ജോലിയല്ല. മറിച്ച് പഞ്ചരത്നത്തിൽ ഒരു അനന്തരാവകാശി വരുന്നെങ്കിൽ അത് അമൃതയ്ക്ക് മഹേന്ദ്രനിൽ ജനിക്കുന്ന കുട്ടിയായിരിക്കണം. അതിനു മുൻപ് മറ്റൊരു ജന്മം ഉണ്ടാവില്ല.